വലിയൊരു കലത്തിൽ കഞ്ഞി വെച്ചിട്ട് നമുക്ക് തന്നിട്ട് അതിൽ 8 കൈരിട്ട് തന്നിരിക്കുക. മുസ്ലിങ്ങളാകുന്ന ഞങ്ങൾ ബിസ്മി ചെല്ലുമ്പോഴേക്കും മറ്റൊരു കുടിച്ച് തീർക്കാന്നുണ്ട്. നമുക്ക് ബിസ്മി ചെല്ലാൻ ലേശം സമയം എടുക്കും. അങ്ങനെയാണ് നമ്മൾ ബിസ്മി ചെല്ലുമ്പോഴേക്കും പ്രവീൺകുമാർ സാർ തീർക്കും. കാരണം ഒപ്പർക്ക് ബിസ്മി അല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇത് CH പറഞ്ഞപ്പോ ജനങ്ങൾക്ക് ബോധ്യായി. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ വലിയ കലത്തിലെ കഞ്ഞി 8 കൊച്ചു പാത്രത്തിൽ ഞങ്ങൾ സൗകര്യം പോലെ കുടിച്ചോളാം. അതാണ് 10 കിട്ടിയത് മുസ്ലിം. അത് തീരുമാനിച്ചു. ചിലതിൽ 12, ദീവർക്ക് 14, ഈഴവർക്ക് 14 കിട്ടി. അങ്ങനെ കൃത്യമായി ഓരോരുത്തർക്കും അത് കൃത്യമാക്കി കൊടുത്തു. അതൊരു ചരിത്ര ദൗത്യമാണ്. അത് നിർവഹിച്ചത് CH മുഹമ്മദ് കോയ സാഹിബിന്റെ നിയമസഭാ പ്രസംഗം. ആ ചരിത്രം പഠിക്കണം. അന്ന് CH പറഞ്ഞു മറ്റുള്ളവന്റെ അവകാശം ഞങ്ങൾ എടുക്കൂല. ആരന്റെ അവകാശം? നായരോ നമ്പൂതിരിയോ ഉയർന്നു വരുന്നതിന് നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതവരെ കഴിവാണ്. പക്ഷെ അവർ വളരെ മുമ്പിലുള്ളത് കൊണ്ട് നമ്മളെ അങ്ങോട്ട് എത്തിക്കാൻ ഭരണഘടന ആനുകൂല്യം ചോദിക്കുന്നേ ഉള്ളൂ എന്ന് കരുതി അവരോട് നമുക്ക് വിദ്വേഷമൊന്നുമില്ലല്ലോ.